കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് തൃപ്പൂണിത്തുറയിൽ ഹിൽ പാലസ് മ്യൂസിയം. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് പോയത്. ഇത് എല്ലാ തിങ്കളാഴ്ചയും അവധിയായിരിക്കും, ബാക്കി എല്ലാ ദിവസങ്ങളിലും ഓപ്പൺ ആയിരിക്കും. അത് സേർട്ടനാണ്. ബാക്കിയുള്ള സ്ഥലത്തെ പോലെ പെട്ടെന്ന് മാറ്റമൊന്നും ഉണ്ടാവില്ല. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. പാലസിലാണ്. ഇവിടെ വണ്ടി കയറി ഇപ്പോൾ ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ 190 ഒരാൾക്ക്. മേജറായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ 50 രൂപയാണ്. പിന്നെ ഫോട്ടോ മൊബൈലെടുക്കാൻ 10 രൂപ കൊടുക്കണം. അങ്ങനെ ആണ് ഇവിടുത്തെ. വലിയ കൂടുതലും കുറവൊന്നുമില്ല. ഇത് 1865 പണിത ഒരു കൊട്ടാരമാണ്. അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇത് ശക്തമ്പ്രാനിന് വേണ്ടിയിട്ട് പണിതാണ്. അപ്പോൾ പുള്ളിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ വരാൻ കാരണം മെയിനായിട്ടുള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമ്പ്രാൻ്റെ, നമുക്കറിയാം തൃശ്ശൂരത്തെ ശക്തമ്പ്രാൻ്റെ കൊട്ടാരം തന്നെ ആയിരുന്നു. പക്ഷേ ഇത് അമ്മ തമ്പുരാട്ടിയുടെ കൊട്ടാരമായിരുന്നു. കാരണം ശക്തമ്പ്രാൻ വളർന്നതും ഒക്കെ ഇവിടെയാണ്, തൃപ്പൂണിത്തുറയാണ്. അപ്പോൾ 12ാം നൂറ്റാണ്ടിൽ തന്നെ അമ്മ ഒക്കെ ഇവിടെ തന്നെ ജീവിച്ച് വളർന്ന കാരണം, ശക്തമ്പ്രാൻ ജനിച്ച് വളർന്നത് ഇവിടെ തന്നെ കാരണം പുള്ളിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു പാലസായിട്ട് വന്നത്. അതിന് മുമ്പ് ഇവിടെ കോർട്ട് കോംപ്ലക്സും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ 1865 ആയപ്പോഴേക്കും ഇത് വിപുലീകരിച്ചു. പിന്നെ പുള്ളിയുടെ സ്വന്തക്കാരെല്ലാവരും ചെറിയ ചെറിയ ബംഗ്ലാവ് വെച്ച് താമസിച്ചു തുടങ്ങി. അങ്ങനെ ഇതൊരു 49 ഒരു ബിൽഡിങ്സ് ഉള്ള ഒരു സമുച്ചയമായിട്ട് മാറി. ഇതിപ്പോൾ 54 ഏക്കറുണ്ട് ഇവിടെ മൊത്തത്തിൽ. പിന്നെ 1986 ഇത് ഒരു മ്യൂസിയമായിട്ട് കൺവേർട്ട് ആക്കപ്പെട്ടത്, പബ്ലിക്കിന് തുറന്നു കൊടുത്തത്. ഇപ്പോൾ ശക്തമ്പ്രാൻ്റെ പിന്മുറക്കാരൊക്കെയാണ്, അവരാണിത് ഗവൺമെൻറ് കൈമാറിയത്. അപ്പോൾ ഇവിടെ അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച വാളും കിരീടമൊക്കെ ഉണ്ട്. പിന്നെ നമുക്കറിയാം ഈ മണിച്ചിത്താഴ് പോലത്തെ സിനിമകളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഒരു മുறை വന്ന് പാറായോ എൻ മനം. നാഗവല്ലിയുടെ അദൃശ്യ സാന്നിധ്യം എവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം പലപ്പോഴും ചിലങ്കൽ ശബ്ദം പലപ്പോഴായിട്ട് കേൾക്കുന്നുവെന്ന് ഞാനിങ്ങനെ കേൾക്കുകയുണ്ടായി. ശരിയാണോ തെറ്റാണോ എന്ന്. എനിവേ ഈ മണിച്ചിത്താഴിയുടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ പിന്നെയാണ് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞത്. എനിവേ അതൊക്കെ ഒരു ഐതിഹ്യവും അല്ലെങ്കിൽ ഒരു കിട്ടുകയൊക്കെ ആയിരിക്കാം. ഇത് മുഴുവനും ശക്തൻ തമ്പുരാൻ സ്വന്തം കാശ് കൊണ്ട് പണിത ഒരു ബിൽഡിങ്ങാണ്. ഇവിടുത്തെ പാർക്കിംഗ് അടിയിലാണ്. അടിയിൽ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മുകളിലേക്കും നമ്മുടെ വണ്ടികളെ കടത്തി വിടുന്നുണ്ട്. മുകളിലേക്ക് പോകുന്ന വഴിക്ക് സ്ഥലത്ത് വാഹനങ്ങൾ പ്രവേശിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അവരെ ചെങ്ങലയൊക്കെ മാറ്റി ഇപ്പം നമ്മളെല്ലാവരും കടത്തി വിടുന്നുണ്ട്. അത് എനിക്കൊക്കെ ഭയങ്കര അനുഗ്രഹമായിട്ട് മാറി. കാരണം അല്ലെങ്കിൽ നമുക്ക് നടക്കുള്ള സ്റ്റെപ്പ് വഴിക്ക് മുകളിൽ കയറിപ്പോണ്ട് വന്നേനെ. അത് കുറേ നടക്കാറുണ്ട്. നമുക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ പ്രായ ആൾക്കാർക്ക് കൂടുതൽ കാരണം അവർക്ക് മുകളിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഇന്ന് മുകളിൽ വരെ പോകാൻ പറ്റി. ഏകദേശം നമ്മളെ മുകളിലത്തെ കൊട്ടാരത്തിൻ്റെ അടിവശം വരെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റി എന്നുള്ളതാണ് ഇന്ന് സംഭവിച്ചത്. അത് വളരെ ഗുണം ചെയ്തു എന്നുള്ളതാണ്. ഈ കോർട്ട് കോംപ്ലക്സ് ഒക്കെ നമ്മൾ എത്രയോ കൊല്ലം മുമ്പ് ഞാനിവിടെ പലതവണ വന്നിട്ടുണ്ട്. അതേപോലെയൊക്കെ തന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാലും വലിയ മോശമില്ലാണ്ട്. മെയിനായിട്ട് ഇവിടെ ഈ പാർക്ക് ഏരിയയൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോഴാ ചെടികളൊക്കെ നല്ലപോലെ വളർത്തി വച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ വലിയൊരു കാര്യം പറയാനുള്ളത്. കാരണം ഇവിടുത്തെ വിവിധ തരം സസ്യങ്ങളും ചെടികളൊക്കെ ഔഷധ സസ്യങ്ങളൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, പൈതൃക മ്യൂസിയം ഉണ്ട്, ഒരു മെയിൻ മ്യൂസിയം ഉണ്ട്. അവിടെയൊക്കെ ഈ രാജകൊട്ടാരത്തിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും പിന്നെ ആഭരണങ്ങളെല്ലാം ആണ്. ഇതെല്ലാം രാജകൊട്ടാരത്തിലെ അംഗങ്ങൾ തന്നെ സംഭാവന ചെയ്തതാണ്. 1980 കൈമാറി ഞാൻ പറഞ്ഞല്ലോ. 86 ഇത് മ്യൂസിയമായിട്ട് കൊടുത്തു തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഇവിടെ 11 ഗാലറി ഉണ്ട് മൊത്തത്തിൽ. ആ 11 ഗാലറിയിൽ ആഭരണങ്ങൾ അങ്ങോട്ടൊക്കെ പല സംഭവങ്ങളും കാണാം. പല്ലക്ക്, പിന്നെ കുതിരവണ്ടി, ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരു 18ാം നൂറ്റാണ്ടിൽ 19ാം നൂറ്റാണ്ടിൽ ഇവിടെ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിൻ്റെ കുറേ അവശേഷിപ്പുകൾ ഇവിടെയുണ്ട്. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഈ ഹിൽ പാലസാണ്. അത് മനസ്സിലാക്കുക. ബാക്കി മ്യൂസിയങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം. ഇവിടെയാണ് ശക്തമ്പ്രാൻ ജീവിച്ച് വളർന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശക്തമ്പ്രാൻ്റെ അമ്മ തമ്പുരാട്ടി ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വരാൻ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടവുമായിരുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം, കയറി പോകുന്ന സ്ഥലമാണ്. ഇതിൻ്റെ കുറച്ച് തൊട്ടടിയിൽ വരെ ഞങ്ങളുടെ കാർ എത്തിക്കാൻ പറ്റി. ഇവിടുന്ന് നടന്ന് കയറേണ്ടി വന്നു. എന്നാലും എത്ര ദൂരമൊന്നുമില്ല. ഈ കാണുന്ന കവാടത്തിലാണ് 2 പ്രതിമ അപ്പുറത്ത് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് മണിച്ചിത്താഴിൽ ഇന്നസെൻ്റ് വന്നിട്ട് കൊട തൂക്കിയിടുന്നത് ഈ ഒരു പ്രതിമയുടെ സ്ഥലത്താണ്. ഇപ്പോൾ കാണുന്ന ദൂരെ കാണുന്ന ആ പ്രതിമ, അവിടെ ആ പുള്ളിക്കാരുടെ കയ്യിലാണ് കൊട തൂക്കിയിടുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു ഏരിയയാണ്. ഇതിൽ നിന്ന് കയറി ചെല്ലുന്ന സ്ഥലത്താണ് ഒരു 2 ഗോവണി മുകളിലേക്ക് പോകണം കാണാം. ഇതാണ് നമ്മളൊരു സൈഡിൽ ബിൽഡിംഗ് കാണുന്നത്. ഒരു ലിഫ്റ്റിൻ്റെ ഏരിയയാണ്, ഗോപുരം പോലെ കാണുന്നത്. ലിഫ്റ്റ്, പണ്ടത്തെ ലിഫ്റ്റ് കൈകൊണ്ട് വലിച്ചു കയറുന്ന ലിഫ്റ്റായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഈ നേരെ കാണുന്ന സ്ഥലത്താണ് നമുക്കിപ്പോൾ ഷൂസൊക്കെ വയ്ക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത്. ഞങ്ങളവിടെ കൊണ്ട് ഷൂസ് വെച്ചു. പക്ഷേ പിന്നെ കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ഷൂസൊക്കെ
ആൾക്കാർ അപ്പുറ സൈഡിലേക്ക് വയ്ക്കുന്നുണ്ട്. എൻ്റെ ഈ കാല് പൊള്ളിയൊക്കെയാണ് നടന്നു പോയതെന്ന്. ഈ മാറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് തന്നേക്കുന്നത്. ഫുൾ മാറ്റൊന്നുമില്ല. ഇതാണ് ഗോവണി കയറി പോണത് മുകളിലേക്കുള്ള. സോ അങ്ങനെയൊക്കെ കയറി ഞങ്ങൾ രണ്ട് സ്ഥലത്തുകൂടെ ഗോവണി കയറി പോകാം. ഇതിൻ്റെ ഫ്ലോറിങ്സ് ഒക്കെ നോക്കുക, പഴയ കാലത്തെ ഫ്ലോറിങ് തന്നെയാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഇത് വലിയ ഫ്ലോറിങ്ങാന്ന് ഓർക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മട്ടുപ്പാവിൻ്റെ അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് നല്ലൊരു വ്യൂ കിട്ടും. തൃപ്പൂണിത്തുറയുടെയും എനിക്ക് തന്നെ അങ്ങേറ്റത്തെ കൊച്ചി വരെയുള്ള വ്യൂ വേണമെങ്കിൽ കിട്ടുമായിരിക്കും. ഇപ്പോൾ ക്ലിയർ വിഷൻ ആകാശം ക്ലിയർ ഇല്ലാത്തവരായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് തന്നെ ഇതിങ്ങനെ അടിയിലേക്ക് പോണ ഒരു ഗാർഡൻ ഏരിയ ആണല്ലോ. അപ്പോൾ ഇതാണ് കേരള ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയതാണ് എല്ലാം. അന്നത്തെ ഒരു നമ്മുടെ തദ്ദേശീയമായ രീതിയിലുണ്ടാക്കിയ ബിൽഡിങ്സൊക്കെ അതേപോലെ നിർത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ മെയിൻ്റനൻസ് ചെയ്യാറായി എന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണെല്ലാം. കാരണം നമ്മുടെ കേരള ആർക്കിടെക്ചറിൽ പണിത ഹെറിറ്റേജ് ബിൽഡിങ്ങുകൾ ഇതിലുണ്ട്, ധാരാളമുണ്ട്. അപ്പം അത് ശരിക്കും നമ്മുടെ പൈതൃകത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് അന്നത്തെ ഒരു നിലക്കണ്ണടിയായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് നേരെ കാണുന്നതാണ് രാജസദസ്സ്. ആ രാജസദസ്സിൽ രാജാവിൻ്റെ സിംഹാസനവും ചുറ്റിരിക്കുന്ന മന്ത്രിമാരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ ഗാലറീസ് നമുക്ക് കാണാം. ഇതാണ് രാജസദസ്സ്. ഇത് ലിഫ്റ്റാണ്. ഈ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി നിൽക്കും, അപ്പുറത്ത് ഒരാൾ കയറിട്ട് വരിക്കും, മുകളിലേക്ക് കയറും. പിന്നെ ഇതാണ് രാജസദസ്സ്. എങ്കിലും നമ്മൾ രാജസദസ്സിലേക്ക് എത്തി. പിന്നെ ബാക്കിയുള്ള ഇടനാഴികളാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെയൊക്കെ ടൈലും പിന്നെ സൈഡിലുള്ള ചില്ല് പതിച്ചിട്ടുള്ള ജനലുകളൊക്കെ നല്ല മനോഹരമാണ്. ഇതെല്ലാം നമുക്ക് മനുഷ്യതാഴം സിനിമയിൽ കാണാം. ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടതിൽ ഇവിടെ കുറേ പുതിയ ഇൻഫർമേഷൻസ് വെക്കാൻ വേണ്ടി ഇവരിങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ പണ്ട് അതിനൊക്കെ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും, കൊച്ചി രാജകുടുംബത്തെ പറ്റിയും എല്ലാം. ഇത് ഇവിടുത്തെ ടൈൽസാണ്. ഇത് ചെട്ടിനാട് ടൈൽസാണെന്ന് തോന്നുന്നു. ഈ കാണുന്നൊരു ഈട്ടി തീർത്ത ഒരു ആനയാണ്. ഒറ്റ തടി തീർത്താന്ന് പറയുന്നത്. അതിൻ്റെ കൊമ്പ് ശരിക്കുള്ള ആനക്കൊമ്പാന്ന് പറയുന്നത്. അങ്ങനെ വെറൈറ്റി സംഭവങ്ങളിപ്പോൾ അവർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് ആ കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രങ്ങൾ വിവരിക്കുന്നതാണ്. നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 18-19 നൂറ്റാണ്ടിൽ ഇവിടെ എന്താ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും മനസ്സിലാവും. പഴയ രാജകുമാര പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള നമ്മുടെ രാജാക്കന്മാരുടെ എണ്ണച്ചായ ചിത്രങ്ങളൊക്കെ നമുക്ക് ഇത് ശക്തമ്പുരാൻ്റെയാണ്. നമ്മൾ കേൾക്കുന്ന പോലത്തെ വലിയ ഭംഗിയുള്ള ആൾക്കാരായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അന്ന് പിന്നെ ഭംഗിയല്ല, രാജാവായ മതി. ഇത് ഐവറി തീർത്ത ഒരു രാജാവിൻ്റെ പ്രതിമയാണ്. ഇത് അന്നത്തെ കുതിര വണ്ടികളാണെല്ലാം. പല ടൈപ്പിലുള്ള കുതിരണ്ട്. ഇത് പല്ലക്കാണ്. ആൾക്കാർ ഹോ 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 എന്നൊക്കെ പറഞ്ഞ് ചുവന്നുണ്ടെങ്കിൽ പോവുക. എന്നുവെച്ചാൽ വണ്ടി വരുന്നുണ്ടെന്ന് അപ്പോൾ മാറിക്കൊള്ളാനേ പറഞ്ഞത്. ഇതിൽ ആൾക്കാരുടെ അധ്വാനം കൊണ്ട് വേണം, ചുവന്നുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ അങ്ങനെയുള്ള വൃത്തിയായിട്ട സിസ്റ്റമൊക്കെ മാറി എത്ര നന്നായി. ഇത് ആളെ തൂക്കിയിട്ട് വരണയാണ്. ആൾ ജീവനോട്ട് തൂക്കിയിടും, ഭക്ഷണമൊന്നും കൊടുക്കില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റമൊക്കെ അന്നുണ്ടായിരുന്നു. നാവ് പിഴുതെടുക്കുക, കണ്ണ് ചുഴിഞ്ഞെടുക്കുക, വളരെ മനോഹരമായ സിസ്റ്റങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഭാഗ്യം കാരണം ഇപ്പോൾ ജനിച്ചത് വളരെ നന്നായെന്ന് പറയാം. ജനാധിപത്യം വന്നപ്പോഴാണ് നമുക്കൊക്കെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റിയത്. നമ്മുടെ ചരിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കാനേ തോന്നില്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന മഹാത്മ്യമൊന്നും ഇവിടെ ദർശിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ മഹാത്മ്യം മാത്രമാണ്. എനിവേ അന്ന് ചെറ്റക്കുട്ടിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു അധികം പേരും. ഇവരൊക്കെ ഇതുപോലുള്ള സ്ഥലത്ത് ജീവിച്ചു. ഇത് നമ്മൾ കൊളക്കടയിലേക്ക് ഇറങ്ങി പോണ സ്ഥലമാണ്. ഇതൊക്കെ മനുഷ്യതാരിലുണ്ട് ഈ സ്ഥലമൊക്കെ. ഇവിടെ വെച്ചാൽ കിണ്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു സീനൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ നാഗവല്ലിയുടെ ആത്മാവ് കൂടെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എപ്പോഴും ഈ പാട്ട് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ മനുഷ്യതാഴിൻ്റെ പല ഷൂട്ടിങ്ങുകളും നടന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കയറുന്നത് പൈതൃക മ്യൂസിയത്തിലേക്കാണ്. ഇവിടെയാണ് ശക്തനമ്പുരാൻ നേരത്തെ താമസിച്ചിട്ടുള്ളത്. അതായത് ഒറിജിനലായിട്ട് കുറച്ചും കൂടെ പഴയ ഒരു കൊട്ടാരമാണിത്. ഇത് അധികം ചെറിയൊരു കോംപ്ലക്സാണ്. ഇവിടെ തന്നെ കുളക്കടവുണ്ട്. സ്ത്രീകൾക്കും ആണുങ്ങൾക്കും ഒക്കെ കുളിക്കാനുള്ള സെപ്പറേറ്റ് കുളക്കടവൊക്കെ ഉണ്ട്. ഇതാണ് ശരിക്കും ഒറിജിനൽ കേരള ആർക്കിടെക്ചർ ചെയ്ത സംഭവം. ഇതിൽ നമുക്ക് കാണാം നടുമുറ്റമുണ്ട്. നടുമുറ്റത്തൊരു തുളസി ചെടിയുണ്ട്. എല്ലാ വെള്ളവും ഇങ്ങോട്ടേക്കായിരിക്കും വരിക. വെള്ളം അടിയിലേക്ക് ഡ്രെയിനേജ് കൂടെ അടിയിലേക്ക് പോകും. പിന്നെ എപ്പോഴും എയർ സർക്കുലേഷൻ എല്ലായിടത്തും ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ കേരള ആർക്കിടെക്ചർ ശരിക്കും നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ ഹെറിറ്റേജ് പൈതൃക മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഈ മുറിയാണ് ശക്തനമ്പുരാൻ ഉറങ്ങിയ മുറിയെന്നാണ് പറഞ്ഞത്. അവിടെ വാളും പരിചയമൊക്കെ വച്ചിട്ടുണ്ട്. അന്നത്തെ ഫുള്ള് തടിയാണ് സൈഡിലൊക്കെ. പാനലിങ് അടിയിൽ ഓടിട്ടേക്കണം. അപ്പോൾ അന്നത്തെ കാരണം വാളും പരിചയമൊക്കെ വേണം ജീവിക്കാൻ. പിന്നെ ഈ കയറി പോകുന്നത് അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയിലേക്കാണ്. ഇതാണ് ആ കിടപ്പുമുറി. കിടന്ന കട്ടിലിൽ കാണുന്നതാണ്. പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് മുറികളൊക്കെ കാണാം. ശക്തനമ്പുരാൻ്റെ സമയത്ത് പുള്ളി അതിശക്തനായ ഒരു രാജാവായിരുന്നു. ഒരാളെ ഇഷ്ടപ്പെട്ടില്ല അപ്പം തന്നെ പിറ്റേ ദിവസം അയാളുടെ തല കണ്ട് കണി കൊണ്ടുവരണമെന്നൊക്കെയാണ് അദ്ദേഹം പറയാറ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹചാരോട് പറയും നാളെ എനിക്ക് അവൻ്റെ തല വേണമെന്ന് പറയും കണി കാണാൻ. അപ്പോൾ അവിടെ ഈ ഭാഗത്തൊക്കെയാണ് തല കെട്ടി തൂക്കിയിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് പുറത്തേക്ക് ഇറങ്ങി കാണുന്ന സ്ഥലങ്ങളാണ്. ഇത് ഉൾവശമാണ്.
ഇത് പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. പണ്ടത്തെ കുറേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് അന്നത്തെ പോർച്ചുഗീസുകാർ വന്നപ്പോൾ ഉള്ള ഒരു പ്രതിമയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിൽ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതൊക്കെയാണ്. ഈ പഴയ ബിൽഡിങ്ങിൻ്റെ ആ ഒരു സംഭവമാണ് എനിക്കൊക്കെ എന്നെപ്പോലുള്ളവർക്ക് ഇഷ്ടമാകുന്നത്. പുതിയ ബിൽഡിങ്ങിനേക്കാളും ഇത് ഇരിക്കുന്ന ആ ഒരു സപ്രപഞ്ച കട്ടിലൊക്കെയാണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ വന്ന് പൂജ നടത്തുന്ന ക്ഷേത്രമൊക്കെ ഉണ്ട്. പിന്നെ കുളക്കടവ്, ഈ കാണുന്നത് കുളക്കടവിലേക്കാണ് പോകുന്നത്. ഇവിടെ സ്ത്രീകൾക്കും ആണുങ്ങൾക്കും ഒക്കെ കുളിക്കുന്ന സെപ്പറേറ്റ് കുളക്കടവുണ്ട്. ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. പണ്ട് ഇതൊക്കെ തുറക്കായിരുന്നു. ഞാൻ എൻ്റെ അടിയിലേക്കൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് പണ്ട്. ഇപ്പോൾ അവരെന്തോ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപകടമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ആയിരിക്കാം. അപ്പോൾ അന്നത്തെ കുളിയും ദേവാലയമൊക്കെ ഇവിടെ നടന്നതെന്ന് മനസ്സിലാക്കുക. സെപ്പറേറ്റ് ആയിരുന്നു. ഇത് നമുക്ക് കുളക്കടവിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. വിശാലമായ കുളമാണ്. അന്ന് ഇവർക്ക് സെപ്പറേറ്റ് നീന്തി കുളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇന്നത്തെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയാം. ഇന്നിപ്പോൾ നമ്മളിതൊക്കെ മാറ്റി സ്വിമ്മിംഗ് പൂളാക്കി. മറ്റേത് ശരിക്കും ഭൂമിയിൽ തന്നെ ഒരു കുളം കുത്തിയിട്ട് അവിടെ കുളിക്കും. അങ്ങനെ നല്ല നട്ടുച്ചയാണ് സമയം. അവിടെ നിന്ന് ഞാൻ നേരെ പോയത് ഡിയർ പാർക്കിലേക്കാണ്. ഇഷ്ടംപോലെ മാനും മ്ലാവും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ മാനൊക്കെ കൂടി പുറം തിരിഞ്ഞിരിക്കാനുണ്ട്. ഞങ്ങളെ കണ്ട് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ മുഖത്തേക്ക് പോലും നോക്കിയില്ല. അത് വളരെ ദുഃഖകരമായ ഒരു സംഭവമായിട്ട് തോന്നുന്നു. കാരണം ഇവർ നമ്മളൊന്ന് ഗവനിക്കണ പോലുമില്ല. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മാനുകൾക്ക് തീരുകൊടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങേറ്റത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ ചെറിയൊരു കഫ്റ്റേരിയൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാൻ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ മുന്നോട്ട് തന്നെ പോയി. പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ട് അവിടെ കളിക്കാനുള്ള. ഊഞ്ഞാലും കൊച്ചുകുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ എനിക്ക് കാണാനുള്ളത് ശരിക്കും ഒരു ജുറാസിക് പാർക്ക് സിനിമയിൽ കാണുന്ന ദിനോസറിൻ്റെ ഒരു ഫൈബർ പ്രതിമ ഇവിടെ ഉണ്ട്. അത് ഞാനിപ്പോൾ നോക്കിയിട്ടൊന്നും കണ്ടില്ല. ഈ കാണുന്നത് ഒരു രാമവർമ്മ തമ്പുരാൻ എന്ന് പറഞ്ഞ ആളുടെ കബറിടം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ സ്ഥലമൊക്കെ പോലീസ് എയ്ഡ് പോസ്റ്റാണ്. പഴയ ബിൽഡിങ്സാണ്. ഞാൻ പറഞ്ഞില്ലേ 49 ബിൽഡിങ്സുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ പെട്ട പല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളാണ് ഇതെല്ലാം. അപ്പോൾ എനിക്ക് ദിനോസറിനെ കാണാൻ എനിക്ക് കാണാത്തവരെ ഞാൻ ചോദിച്ചപ്പോൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ദിനോസറിനെ കാണാൻ തിരിച്ച് പോകേണ്ട. കാരണം വന്ന സ്ഥിതിക്ക് എല്ലാം കാണാമെന്നുള്ളതാണ്. അങ്ങനെ ദിനോസറിൻ്റെ അടുത്തെത്തി. ഇത് ശരിക്കും നല്ല ദിനോസറിൻ്റെ ഒത്ത ആ ഉയരത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു രൂപമാണ്. ഫൈബർ ഗ്ലാസ് ഉണ്ടാക്കിയതാണ്. അറൗണ്ട് 97, 98, 99 ആ സമയത്ത് ഉണ്ടാക്കിയതാണ് ഈ സംഭവം. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. നമ്മുടെ ജുറാസിക് പാർക്ക് സിനിമ ഇറങ്ങിയ സമയത്താണ് അതിൻ്റെ അടുത്തായിട്ട് വരും ഇതുണ്ടാക്കിയ ആ ഒരു സമയം. ഇതുണ്ടാക്കിയ കലാകാരൻ എന്തായാലും സമ്മതിച്ചു പറ്റും. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ദിനോസർ കാണണമെങ്കിൽ എനിക്കൊന്നും ഇവിടെ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഈ ഫൈബർ ഗ്ലാസ് ഉണ്ടാക്കിയതാണ് ദിനോസറിൻ്റെ ഈ പ്രതിമ. ഇതെങ്ങാനും ജീവൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിന് അപ്പം തന്നെ തീരും. ഇനി എനിക്ക് തിരിച്ചു പോകാൻ സമയമായി. ഇതെല്ലാം കെട്ടർ സമുച്ചയങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഈ സിനിമയിലും കാണുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മൾ ഇതിൻ്റെ മുറ്റത്തേക്ക് തന്നെയാണ് ഞാൻ പോണത്. പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇതെല്ലാം. കോമ്പൗണ്ട് 54 ഏക്കറുണ്ടെന്ന് പറഞ്ഞല്ലോ. വിസ്തൃതമാണ്. അതിൽ മിക്കയിടത്തും ബിൽഡിങ്സും ഉണ്ട്. ഇതൊരു ചെറിയ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഏരിയയാണ്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഇത് കയറി വരുന്ന കവാടത്തിൻ്റെ അവിടെയും ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളം വറ്റി കിടക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ട കുളത്തിൽ മാത്രമേ വെള്ളം ഞാൻ കണ്ടുള്ളൂ. സോ ഇതെല്ലാം പാർട്ട് ഓഫ് ദ ബിൽഡിങ്സാണ്. കെട്ടിട സമുച്ചയം എന്ന് തന്നെ പറയാം. പരന്ന് കിടക്കുകയാണ്. ശക്തമ്പുരാൻ സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ടിട്ട് ഉണ്ടാക്കിയ കെട്ടിടമാണെന്നാണ് പറയുന്നത്. അതായത് ഖജനാവിൻ്റെ അടുത്തായിരിക്കില്ല. ചെറിയ പൂന്തോട്ടങ്ങളും പൂക്കളൊക്കെ മനോഹരമായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ചൂടത്തും അവർ വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പറയും 2-3 ഡിഗ്രി കൂടുന്നുണ്ട്, സൂക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെയും ഇന്നസെൻ്റ് ആ കുടയിട്ട പ്രതിമയുടെ അടുത്ത് നമ്മളെത്തി. ഇവിടെ ഇന്ന് കുറേ തമിഴന്മാർ വന്നിട്ടുണ്ട്. തമിഴന്മാർ ഫുൾ ഷൂട്ടിങ്ങും കാര്യങ്ങളായിട്ട് നടക്കുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. നല്ല വെയിലത്ത് തിരിച്ചങ്ങ് പോകുന്ന വഴിയാണ്. സോ ഹിൽ പാലസ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യുക. ഇനി ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് ഞാൻ പോണത്. കുറച്ചടുത്തായിട്ടൊരു ചോക്ലേറ്റ് ഫാക്ടറി, ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ നോർത്ത് വന്നാണ്. ഡാർക്ക് ചോക്ലേറ്റൊക്കെ ഇവിടെ ഉണ്ടാക്കുമെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനുള്ള ആഗ്രഹം. ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ അധികം കഴിച്ചിട്ടേ ഇല്ലെന്ന് തോന്നണേ. സോ ഇവിടെ വെച്ചത് കഴിക്കാനും അതിനെപ്പറ്റി അറിയാനും വേണ്ടിയാണ് വന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണിത്. അതിൻ്റെ പല വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. മൂല്യവർദ്ധിതമായ പല സംഭവങ്ങളും കൊക്കോയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. കൊക്കോ ആണ് പുള്ളിയുടെ കൃഷി. അവിടെ നിന്ന് പല കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഐസ്ക്രീം. സോ നമ്മൾ പറയുന്ന രുചി 20 മിനിറ്റിനുള്ള ഇവരുണ്ടാക്കി തരുന്ന പറഞ്ഞാൽ നമ്മുടെ ഫ്ലേവറിലും എല്ലാ രീതിയിലും ഉണ്ടാക്കി തരും. പല വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്. അവാർഡ് കിട്ടില്ല, മാഗസിനിൽ വന്നിട്ടുണ്ട്.
ഇതിപ്പോ സംരംഭം തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? 12 വർഷമായി. 12 വർഷം. ഐഡിയ എങ്ങനെ വന്നേ? ഏറ്റവും ആദ്യം ഒരു ഐഡിയ വന്നത് ചോക്ലേറ്റ് ഉണ്ടാക്കാനോ? ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഞാൻ പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു പാഷനായി. നമുക്കിവിടെ കൊക്കോ കൃഷിയായിരുന്നു നേരത്തെ. എത്ര ഏക്കറുണ്ട് ഇവിടെ? ഒരു 3-4 ഏക്കർ സ്ഥലമുണ്ട്. ഫുള്ള് കൊക്കോ തന്നെ. പല വെറൈറ്റി കൊക്കോ ഉണ്ട്. 12 വെറൈറ്റി കൊക്കോസ്. അതിന് വെറൈറ്റീസ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാം കേരളത്തിലുള്ള കേരളത്തിൽ കൊണ്ടുവരുന്നത്. അതെ അതെ. അപ്പൊ എല്ലാം ഒരുമിച്ച് ആക്കിയെന്ന് മാത്രം. അല്ല, അത് നമ്മള് കാർഷിക കോളേജിൽ നിന്ന് ഡയറക്റ്റ് അവിടെ നിന്ന് വന്ന ബ്രീഡുകളാണ് എല്ലാം. അപ്പൊ മോഡിഫൈ ചെയ്തിട്ടുള്ള പല നമ്മൾ മോഡിഫൈ ചെയ്തിട്ടില്ല. അല്ല, അവര് ചെയ്ത് റിസർച്ച് ചെയ്തിരിക്കുന്ന എല്ലാം ഇവിടെ വിജയകരമായിട്ട് ചെയ്യാൻ പറ്റില്ല. കൊക്കോ എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാ കൊക്കോയിലും നമ്മുടെ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കണ്ട? എല്ലാ കൊക്കോന്നും ചോക്ലേറ്റ് ഉണ്ടാക്കും. അപ്പൊ ഡാർക്ക് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കണേ? ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊക്കോന്റെ കുരു തന്നെയാണ്. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എന്നാ എനിക്കറിയില്ല. അവിടെ വെച്ച് ഡാർക്ക് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഡാർക്ക് ചോക്ലേറ്റ് മറ്റേ ചോക്ലേറ്റ് വ്യത്യാസം ഒന്നും ശരിക്കും അതിന്റെ. കാരണം ഡാർക്ക് ചോക്ലേറ്റ് വെച്ചാൽ കുറച്ച് കൊക്കോന്റെ പെർസെന്റേജ് കൂടുതലുള്ളതിനാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്നുള്ളത്. അപ്പൊ ഡാർക്ക് ഔട്ട് മാറും, കളർ ഡാർക്ക് ആയിട്ട് മാറും, കുറച്ച് ഡാർക്ക് ആവും. അതിന് പക്ഷേ എക്സ്പെൻസീവ് ആയിരിക്കും മറ്റേ കൂടുതലായിരിക്കും. കൊക്കോന്റെ പെർസെന്റേജ് കൂടുന്നതനുസരിച്ച് വില കൂടുമല്ലോ. സാറ് എത്ര പെർസെന്റാണ് ഉണ്ട് ഒരു കൊക്കോയ്ക്ക്? നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പെർസെന്റേജ് സാധാരണ മിൽക്ക് ചോക്ലേറ്റ് 25% ആണ്. പിന്നെ 25 എബോവ് തന്നെയാണ് നമ്മള് ഡാർക്ക് എന്ന് പറയുന്നത്. പിന്നെ അത് 40% ഉണ്ട്, 50% ഉണ്ട്, 60% ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കാഡ്ബറീസ് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ബ്രാൻഡ് തന്നെയൊക്കെ അതില് ഡാർക്ക് ചോക്ലേറ്റിലൊക്കെ 25 മുകളിൽ ഉണ്ടാവില്ലേ? ഇല്ല, അത് ഡാർക്ക് ചോക്ലേറ്റ് 25 മുകളിലാണ് ഡാർക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോ ബ്രാൻഡാക്കി പിടിക്കണ്ടോ ഇവിടെ? ബ്രാൻഡ് നെയിം എന്താ ഇവിടുത്തെ? കൊക്കോ റിച്ച് എന്ന് പറഞ്ഞത്. എക്സ്പോർട്ട് ചെയ്യുന്നില്ല, ലോക്കൽ മാത്രമാണ്. അപ്പൊ വേറെ ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട് അല്ല? ഞങ്ങളുടെ ഷോപ്പുണ്ട്, നെറ്റി ഫ്രൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. കാക്കനാട് ഉണ്ട്, തിരുവല്ലയുണ്ട്, അണക്കര, ചെറുതോണി, ഏലപ്പാറ, കട്ടപ്പന. അത് സൂപ്പർ മാർക്കറ്റിന്റെ അകത്തൊരു സ്പേസ് എടുത്തിട്ട് അങ്ങനെ ചെയ്യണം. ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും. മനസ്സിലായി. നിങ്ങളുടെ സ്വന്തം കട തന്നെയല്ലേ? ഇത് ഫാമിലി ബിസിനസ് ആയിട്ട് ചെയ്യണോ? ഫാമിലി ബിസിനസ് ആയിട്ട് അത് സ്വന്തം ഫാമിലി നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ. അപ്പൊ ജീവനക്കാരുണ്ട് അവിടെ വേറെ ആണോ? ആണോ? ഇതാണ് ഫാക്ടറി എന്ന് പറയുന്നത്. പിന്നെ അപ്പുറത്തെ ഒരു കോഴി ഫാം ഒക്കെ നിങ്ങൾ തന്നെയാണ്? അപ്പൊ ഇത് ഫാമിലി ഏരിയ ആണ്, മൊത്തം ഫാമിലി ഏരിയ ആണ്. പിന്നെ നട്ട്സ് ഒക്കെ ഇതിന്ന് വേറെ നിങ്ങളുടെ ടേസ്റ്റിനെ നമുക്ക് ചോക്ലേറ്റ് അതാണ് കസ്റ്റമറുടെ ടേസ്റ്റിന് നമ്മൾ ചോക്ലേറ്റ്. അതാണ് 20 മിനിറ്റ് രുചി 20 മിനിറ്റ് ആണല്ലേ? മാർക്കറ്റിംഗ് എങ്ങനെയാ? അല്ല, ഇതിപ്പോ യൂട്യൂബ് വഴിക്ക് ഞാനും വന്നത്. കുറച്ചുകൂടെ മാർക്കറ്റിംഗ് ഞങ്ങളുടെ ഷോപ്പുകളിൽ ആണോ? ഇതിന്റെ റേറ്റ് സാധാരണ ചോക്ലേറ്റിന്റെ കൂടുതലാണോ അതോ കുറവാണ്? ലിൻഡ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ 80% ഡാർക്കൊക്കെ ആകുമ്പോൾ 400-450 വരും. 250-300 ഗ്രാം അല്ല 80 ഗ്രാം. ഇതിന് കവറിംഗ് ഒക്കെ അപ്പൊ ഇവിടെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഇത് അതിന്റെ വേറെ വെറൈറ്റി ആണോ? ഈ കൊക്കെന്ന് വേറെ എന്തൊക്കെ വെറൈറ്റി ഉണ്ടാക്കാം? ചോക്ലേറ്റ് അല്ലാണ്ട്? ചോക്ലേറ്റ് അല്ലാതെ കൊക്കോ ഡ്രിങ്ക് ഉണ്ട്, കൊക്കോ വിനെഗർ ഉണ്ട്, വിനെഗർ ഉണ്ട്, കൊക്കോ ടീ ഉണ്ട്, ടീ ഉണ്ടാക്കും, ലിപ് ബാം ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്. അല്ല, ഇതൊക്കെ തന്നെ കണ്ടുപിടിച്ചാണോ അതോ തന്നെ ഉണ്ടാക്കിയ? അപ്പൊ ഇന്നോവേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് കൊക്കോ ഡ്രിങ്ക് അല്ലേ? ഇതിപ്പോ തന്നാണല്ലോ, വെൽക്കം ഡ്രിങ്ക് തന്നപ്പോ നല്ല രുചിയുണ്ട് സംഭവം. പിന്നെ ഈ സംഭവം ഇത് കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ ലിപ് ബാം ഇതാണല്ലോ അല്ലേ? ലിപ് ബാം ആണ്. ലിപ് ബാം ഐസ്ക്രീം ഉണ്ടാക്കണ്ടല്ലേ? കൊക്കോട ഉണ്ട്, വെറൈറ്റി പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ എത്ര പ്രോഡക്ട്സ് ഉണ്ട്? ടോട്ടൽ എത്ര പ്രോഡക്ട്സ് ഉണ്ടാവും? അല്ല, നമ്പർ ഇല്ലേ? ഇത്ര പ്രോഡക്ട്സ് ചോക്ലേറ്റ് തന്നെ 300 വെറൈറ്റികൾ ആണോ?
ഇത് സംസ്കരിച്ച് വെക്കുമ്പോൾ കുറേ സമയം അങ്ങനെയൊക്കെ ഇല്ലേ ഇത്ര ഫെർമെന്റ് ചെയ്യണം. ഫെർമെന്റ് ചെയ്യണമല്ലേ? അതിൻ്റെ ഒന്ന് പറയാമോ രീതി എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് എനിക്കിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. ഈ ചോക്ലേറ്റ് ഉണ്ടാക്കണമെന്ന് ജസ്റ്റ് ഒന്ന് ഒരു ജനറൽ ആയിട്ടൊന്ന് പറയാൻ പാടില്ല. പറിച്ച് കഴിയുമ്പോൾ അത് ഫെർമെന്റ് ചെയ്യണം. 7 ദിവസം ഫെർമെന്റ് ചെയ്യണം. ഫെർമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യും. റോസ്റ്റ് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ആ നിബ് എന്ന് പറയാം. ആ നിബ് പിന്നെ ഗ്രൈൻഡ് ചെയ്യും. അത് കണ്ടാണ് പിന്നെ ഇതിൽ ഇരുപത്തിലൊക്കെ. അത് ഓരോ റെസിപ്പി അനുസരിച്ച് നമ്മൾ ചോക്ലേറ്റ് ചെയ്യും. അപ്പൊ ഇത് എത്ര സമയം കാലാവധി ഉണ്ടോ നമുക്ക് റിഫ്രിജറേഷനിൽ വെക്കണമല്ലോ അല്ലേ? റിഫ്രിജറേറ്റർ വെക്കണം. നമുക്ക് 30 ഡിഗ്രി മേളിൽ വന്ന മെൽറ്റ് ആവില്ലേ? 30 ഡിഗ്രീസ് തന്നെ വെക്കേണ്ടി വരും അതിന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല. അതിന്റെ മുകളിലേക്ക് അത് എത്ര കാലം വെക്കും? ഏകദേശം ഒരു ഇത്ര മാസം, ഒരു വർഷം സുഖമായിട്ട് വെക്കുമല്ലോ ചോക്ലേറ്റ്. അപ്പൊ ശരിക്കും കൊക്കോ ഇവിടെ എടുക്കുമോ നിങ്ങൾ കൊണ്ടുതന്ന? ഞങ്ങൾ കൊണ്ടുവന്ന എടുക്കില്ല. അതെ അങ്ങനെ എടുക്കുമല്ലേ? അത് മൂത്തതായിട്ട് കൊണ്ടുതരിക, മൂത്തതായിട്ട് കൊണ്ടുതരിക. ഇപ്പൊ കൊക്കോ ഇവിടെ കുറവാണോ നമ്മുടെ കേരളത്തില്? കൊക്കോ കൂടുതലാണ്. ഇപ്പൊ ആവശ്യപോലെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ആണോ? ഒത്തിരി പോയി കൃഷിയിലേക്ക് ഒന്നുമില്ല. ആണല്ലേ? അല്ല അവരൊക്കെ ഇത് ചോക്ലേറ്റ് ആക്കാനായിരിക്കുമല്ലേ കൊക്കോയുടെ മെയിൻ? മെയിൻ കാഡ്ബറി അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ശരി. ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങിയതല്ലേ? അത് 3-5 പേരുണ്ട് ഉണ്ടല്ലേ? ബ്രാൻഡ് അവര് സ്വന്തമായിട്ട് ഉണ്ടല്ലേ? അവിടെ ഇട്ടിട്ട് വിൽക്കുകയാണ്. ഈ ഗ്രൈൻഡിങ് ഒക്കെ ചെയ്യണ എവിടെയാണോ ഗ്രൈൻഡിങ് ഒക്കെ? അന്ന് കാണിച്ചത് മിൽക്ക് ചോക്ലേറ്റ് അല്ല, ഇതിന്ന് നേരെ ഇതാക്കണോ? ഇനി അത് നമ്മൾ ടെമ്പർ ചെയ്യും. ഇതിനകത്തെടുത്ത് ടെമ്പർ ചെയ്ത് മോൾഡ് ചെയ്യും. അവിടെ ആണല്ലേ? അവിടെ മോൾഡ് വെച്ച് മറ്റേ അതിന്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കും. അതിനകത്ത് ടെമ്പർ ചെയ്യണം. ടെമ്പർ ചെയ്തിട്ട് മോൾഡിലാക്കി ചില്ലറിലേക്ക് വെക്കും. അതാണ് എന്റെ ഫൈനൽ. ഏകദേശം 30-ൽ പരം പ്രൊഡക്ട്സ് ഇങ്ങനെ കൊക്കയിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ശേഖരമാണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ ടീ പൗഡർ വരെ ഉണ്ട്, പിന്നെ വൈനുണ്ട്. ഈ കാണുന്നത് ചായയാണ്. അത് കൊക്കയുടെ തൊണ്ടിൽ നിന്നുണ്ടാക്കുന്ന ചായ എന്നാണ് പറയണത്. അതിന് പ്രത്യേക രുചിയുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണേ? കൊക്കോ ടീ എങ്ങനെ ഉണ്ടാക്കണം? ഹസ്ക് ഇതെല്ലാം തൊണ്ടിന്നല്ലേ? തൊണ്ട് സംസ്കരിച്ചെടുത്തിട്ട് ടീ പോലെ ടീയുടെ രുചി ഉണ്ടാവും. ഞാൻ കഴിച്ചിട്ടുള്ള അനുഭവിക്കും. കൊക്കോയുടെ വൈനില് ഫ്രൂട്ട് സോക്ക് ചെയ്തിട്ടുള്ള കേക്കാണ്. ഫ്രൂട്ട് കേക്ക് ഡേറ്റ്സ് ആൻഡ് നട്ട്സ്.